ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് സാർ പെട്ടെന്ന് വന്നിട്ടുള്ളത് ജാമിയ മില്ലിയ ഇസ്ലാമിയ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അല്ലെ. ഈ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ 2024-25 വർഷത്തേക്കുള്ള അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ CUT UG എക്സാം എഴുതിയിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഓരോ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു എന്ത്, ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യും. അപ്പൊ അതിലും കൂടി പോയി അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടുത്തെ അഡ്മിഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ 2024-25 ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 30 വരെയാണ്. എത്രയാണ്? മാർച്ച് 30 എന്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 30 വരെയാണ്. ഇത് അപ്ലിക്കേഷൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 10 വരെ എന്ത് ചെയ്യാം, അത് കറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഐ തിങ്ക് ഒക്ടോബർ 31 ഒക്കെ ആകുമ്പോഴത്തെ നമ്മൾ +2 ജയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടെ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ അഡ്മിഷൻ എന്ത് ചെയ്യുള്ളൂ, പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പൊ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 30 ജാമിയ മില്ലിയ ഇസ്ലാമിയയില്. അവിടുത്തെ കോഴ്സ് ഏതൊക്കെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. BA ഹോണേഴ്സ് ടർക്കിഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അതിനുവേണ്ടി നമ്മൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. പിന്നെ BA ഹോണേഴ്സ് സാൻസ്ക്രിറ്റ് ഉണ്ട്, അതും ജനറൽ ടെസ്റ്റ്. BA ഫ്രഞ്ച് ഉണ്ട്, BA സ്പാനിഷ് ഉണ്ട്, അതിനൊക്കെ ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. BA ഹോണേഴ്സ് ഹിസ്റ്ററി ഡൊമൈൻ ടെസ്റ്റ് മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. BA ഹോണേഴ്സ് ഹിന്ദി, അതിന് ഹിന്ദി ഡൊമൈൻ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. BA ഹോണേഴ്സ് ഉറുദു, അതിന് ഉറുദു എന്നുള്ള ലാംഗ്വേജിലെ ഉറുദു മാത്രം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ കൊറിയൻ ലാംഗ്വേജ് ഉണ്ട്, പേർഷ്യൻ ലാംഗ്വേജ് ഉണ്ട്, അതിന് ജനറൽ ടെസ്റ്റ് ആണ്. BSc ബയോടെക്നോളജിക്ക് ബയോളജിയോ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ഡൊമൈൻ ടെസ്റ്റ് ചെയ്യണം. BSc സോളാർ എനർജി ഉണ്ട്, അതിന് ഫിസിക്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. BSc ഹോണേഴ്സ് ഫിസിക്സിൽ ഡിഗ്രി ആഗ്രഹിക്കുന്നവര് അത് ഫിസിക്സ് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, എഴുതിയാൽ മതി. BSc കെമിസ്ട്രി ഹോണേഴ്സ് ആഗ്രഹിക്കുന്നവർ കെമിസ്ട്രി എഴുതുക. BSc മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്, അതിനാഗ്രഹിക്കുന്നവർ മാത്തമാറ്റിക്സിന്റെ എക്സാം എഴുതുക. BA എക്കണോമിക്സ് ആഗ്രഹിക്കുന്നവർ എക്കണോമിക്സിന്റെ എക്സാം ഡൊമൈൻ ടെസ്റ്റ് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ ഒരിക്കൽ കൂടി ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UG പഠനം പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 30. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, ബോർഡ് എക്സാം തകർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ സെറ്റ് ആക്കി എടുക്കാം നമുക്ക്. ഓക്കെ, ബൈ.